ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു പ്രകാശമാണ്, ഒരു ടോർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ അറിവ് കൊണ്ട് നമുക്ക് നമ്മളുടെ കുറവുകളും നമ്മളുടെ പരിമിതികളും നമ്മളുടേതായിട്ടുള്ള കഴിവുകളും എല്ലാം എത്രമാത്രം ഉണ്ടെന്ന് ഡീപ്പായിട്ട് അറിയുകയും എവിടെയാണ് നമ്മൾക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഒരാളെപ്പോലെ വേറൊരാൾ ജനിച്ചിട്ടില്ല, ഈ യുഗത്തിലോട്ട് ജനിക്കാനും പോകുന്നില്ല. കാരണം നമ്മുടെ തമ്പിൻ പ്രശ്നം പോലെ വേറൊരാൾക്കില്ല. അപ്പം നമ്മളെ പോലെ ഒരാൾ ജനിച്ചിട്ടില്ല. ഈ ഭൂമിയിലുള്ളതെല്ലാം യുണീക്കാണ്. എനിക്കെന്നുള്ളൊരു ഭാവമുണ്ട്. അപ്പൊ എന്താ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും മറ്റുള്ളവരെക്കാൾ. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും, ഞാൻ ചെയ്താലേ ശരിയാവും. ഏറ്റവും വലിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം. വിശ്വാമിത്ര ഋഷി അതിനെ ദർശിക്കുകയല്ലേ, ദൃഷ്ടാവാണ്, സൃഷ്ടാവല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാ അറിവുകളും ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. ആ അറിവുകളെ ദർശിക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ഗ്രഹനില കാണുമ്പോൾ അവർക്ക് അവരുടെ മേജർ ചേഞ്ചുകൾ എന്തൊക്കെയാണ്, ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം, അവരുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അവർക്ക് ഏത് ഭാഗത്തോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വളരെ ക്രൂരമായിട്ട് ജീവിച്ച ഒരാള് അവസാന കാലമായപ്പോഴത്തേക്ക് അവർക്ക് അതിനെപ്പറ്റിയുള്ള അവയർനെസ് വന്ന് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തു. പക്ഷെ ഈ ജന്മത്തിൽ എന്താണ്, ആ റിഗ്രറ്റ് ചെയ്ത് റിഫൈൻഡ് ആയ ബുദ്ധി അവർക്കുണ്ട്. പക്ഷേ ആ കർമ്മം തീർക്കാനുണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്, ഞാൻ ഇതിൽ കൂടെ കടന്നു പോവുകയാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ്. ഇവിടെ ശാന്ത ചേച്ചിനായിട്ട് കുറച്ച് നാളത്തെ പരിചയമുണ്ട്, വളരെ പേഴ്സണൽ അല്ലെങ്കിലും. അപ്പോൾ ജ്യോതിഷപരമായിട്ട് കുറേ കാര്യങ്ങൾ അറിയാനുള്ളൊരാഗ്രഹമുണ്ട്. എൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിനോട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങൾ, കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി സംഗീതം, അങ്ങനെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറഞ്ഞ പോലെ പലതിലും അഭിരുചിയുണ്ട്. എന്നാൽ എല്ലാവരും പഠിക്കാനുള്ള ശ്രമം. അപ്പോഴാണ് ചേച്ചിയെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അന്നേരം ജ്യോതിഷപരമായിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാം ചേച്ചിയോട്. അപ്പോൾ ജ്യോതിഷം ചേച്ചി പ്രാക്ടീസ് തുടങ്ങിയിട്ട് 40 വർഷത്തോളമായി. 40 വർഷത്തിന് മേലെയായി. അതിലൂടെ ഇത്രയും നാൾ കടന്നു വന്നിരുന്ന പല അനുഭവങ്ങളുണ്ടാവും. ജ്യോതിഷം പൊതുവെ ഒരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് കൂടിയാണെന്ന് പറഞ്ഞാൽ അത് ചേച്ചി സ്വീകരിക്കുമോ? സത്യമാണോ? അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആണ്, ഡിബേറ്റബിൾ ആണ് വിശ്വാസം. കാരണം ഒരു മനുഷ്യൻ ജനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആ ജനനകാലത്തെ രാശിയാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? ഒരു മനുഷ്യന്റെ ഗ്രഹനിലയാണ് അയാളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ പറയില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അയാൾക്ക് ജീവിതത്തിലുള്ള അയാളുടെ പ്രധാന സംഭവങ്ങൾ, ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അയാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ്, കാണിച്ചു തരുന്ന ഒരു ടൂളാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ GPS എങ്ങനെ നമ്മളെ സഹായിക്കുന്ന വഴി സുഗമമാക്കാനായിട്ട്, അതേപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു വെളിച്ചം, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു പ്രകാശമാണ്, ഒരു ടോർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ അറിവ് കൊണ്ട് നമുക്ക് നമ്മളുടെ കുറവുകളും നമ്മളുടെ പരിമിതികളും നമ്മളുടേതായിട്ടുള്ള കഴിവുകളും എല്ലാം എത്രമാത്രം ഉണ്ടെന്ന് ഡീപ്പായിട്ട് അറിയുകയും എവിടെയാണ് നമ്മൾക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. പൊതുവെ പലരും അന്ധവിശ്വാസത്തിൽ അടിയൂന്നി കൊണ്ടാണ് ജ്യോതിഷത്തിൽ ആൾക്കാർ വിശ്വസിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ ചേച്ചി ഒരു പ്രൊഫഷണൽ അസ്ട്രോളജിസ്റ്റ് ആയത് കാരണം കൊണ്ട് ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. എന്നാലും പൊതുവെ ഒരു ജനറൽ പബ്ലിക്കിന് എപ്പോഴും നമ്മൾ ജനിച്ചു കഴിഞ്ഞു ഒരു പ്ലാനറ്ററി പൊസിഷൻ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഈ ഭാവി പ്രവചിച്ചിട്ടോ അല്ലെങ്കിൽ വർത്തമാനത്തിലൂടെ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നതിന് പകരം ഒരു വ്യക്തി
അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള മനസ്സിൽ ശക്തമായുള്ള ഞാൻ എന്നതാണ് എന്ന് അറിയാനൊരു കാലം എടുക്കും. ആ കാലഘട്ടം തൊട്ട് അദ്ദേഹം എൻ്റെ വഴികൾ ഇങ്ങനെയാണ്, എൻ്റെ രീതികൾ ഇങ്ങനെയാണെന്ന് എപ്പോഴും ഒരാൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ, ഞാൻ അടുത്തിടെ അറിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തൊരു വ്യക്തി സംഭവവശാൽ ഒരു അസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നു. അവിടെ കണ്ട വശം അദ്ദേഹം അവരോട് പറയുന്നു, താങ്കൾ വല്ലാത്തൊരു ടെൻഷനിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ജ്യോതിഷം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവർ സമ്മതിക്കുന്നില്ല. പറഞ്ഞു പെർഫെക്റ്റ്ലി ഓക്കെയാണ്. പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ദൈവത്തിൻ്റെ മാലാഖമാരെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളങ്ങനെ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. അത് ഇവരുടെ മനസ്സിൽ എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ അനുഭവിച്ചു പോകുന്ന ചില കാര്യങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒടുവിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഉള്ളിലേക്ക് ഈ ജ്യോതിഷം ഈ അസ്ട്രോളജിസ്റ്റ് നിങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾ നല്ലൊരു ഇവർ നല്ലൊരു കലാകാരിയാണ്, പക്ഷെ പരിപോഷിപ്പിച്ചിട്ടില്ല. നല്ലൊരു ഗായികയായിരിക്കാം, എനിക്ക് പാടാൻ പറ്റുമെന്നുണ്ട്, പബ്ലിക്കിൽ പാടാനുള്ളൊരു വൈമുഖ്യം അതെനിക്കുണ്ടോ. പക്ഷേ ഈ പ്ലാനറ്ററി പൊസിഷൻ അല്ലെങ്കിൽ ഇവരെ കണ്ടതിന് ശേഷം ഒരു 1 hour സെഷന് ശേഷം അവർ തിരിച്ചു പോയിട്ട് ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ രാശിയിൽ അല്ലെങ്കിൽ ഈ പൊസിഷനിൽ നിൽക്കുന്ന താങ്കളുടെ ജാതകത്തിൻ്റെ ഫലത്തിൽ ഇന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രത്യേക നക്ഷത്രത്തിലാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള അടിയുറച്ചൊരു വിശ്വാസത്തിൽ അവർ പിന്നീട് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യണം. നോക്കുമ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ അതൊരു വിശ്വാസമില്ലായ്മയിൽ നിന്ന് വിശ്വാസം ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. വിശ്വാസം അവിശ്വാസം ഇതിനകത്തൊരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു മരുന്ന് ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് ഒരു മരുന്ന് വാങ്ങി കഴിക്കുന്നു, നമ്മൾ ആ മരുന്നിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിനകത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രാധാന്യമുണ്ട്, പക്ഷെ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ ഈ സമയം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതും, ഇപ്പൊ ഇങ്ങനെ ഒരാളിനെ അയാൾ കാണുകയും, ഒരാളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിന്റെ ആളെന്നൊന്നുമില്ല, പക്ഷെ ഇയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇയാളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അത് മുതൽ അല്ലെങ്കിൽ ആ പീരീഡ് മുതൽ ഇയാളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യേണ്ട ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും അയാളുടെ ഗ്രഹനിലയിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ആ മീറ്റിംഗ് ഒരു കോയിൻസിഡൻസ് ആയിരിക്കും, ഇവര് മീറ്റ് ചെയ്യണം എന്നുള്ളത് ഈ എഴുതി വെച്ചിട്ടുണ്ടാവോ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടതാണ്? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഒരാളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ അതിന് കാരണമാകുന്ന വ്യക്തി തീർച്ചയായും അത് നിയോഗിക്കപ്പെട്ട ആളായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഡേ ടു ഡേ കാണുന്ന എല്ലാ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ നിയോഗിക്കപ്പെട്ടവരൊന്നുമല്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ മാറ്റുക എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് തീർച്ചയായിട്ടും നമ്മൾ പൂർവികമായിട്ട് ആ ആളുമായിട്ട് പാസ്റ്റിൽ എവിടെയോ കണക്റ്റഡ് ആണ്. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തികൾ വന്നിട്ടേ നമ്മുടെ ജീവിതത്തിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കുള്ളൂ. അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ആളുകൾ പെട്ടെന്നൊരു ദിവസം വരികയും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുകയും ആ കാര്യത്തിന് ശരിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിതത്തിൽ ആ ഒരു വഴിത്തിരിവുണ്ടാക്കി തന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലുണ്ട്. അന്ന് ആദ്യമായിട്ട് കാണാൻ എന്നെ വെറുതെ കാണാൻ വന്നതാണ്, മനസ്സിലായില്ല. പക്ഷെ പിന്നീട് ആളിന്റെ ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഗ്രഹനിലയുമായിട്ട് തീർച്ചയായിട്ടും ഒരു കണക്ഷൻ ഉണ്ട്, പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തികൾ തീർച്ചയായിട്ടും ഒരാള് ഇയാളെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അറിവ് ഇയാളിലേക്ക് കൊടുക്കുകയും ഇയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താധാര ഉദിക്കുകയും ചെയ്യണം. അപ്പൊ ഈ ഗ്രഹനിലകൾ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന എന്താണ്? നമ്മളുടെ ചിന്തകളെയാണ് നമ്മൾ ഉദിപ്പിക്കുക. ആ ചിന്തകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യം സംഭവിക്കുന്ന കാര്യം. ആ ചിന്തകൾ സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ തന്നെ ആ ചിന്തയെ തിരിച്ചറിയുന്നത്. ഇയാളിൽ അങ്ങനെ ഒരു ചിന്ത ഉദിച്ചതിന് ശേഷമായിരിക്കും ആളിനെ കണ്ടിരിക്കുന്നത്. അത് വിശ്വസിക്കാൻ ഇതൊരു പ്രയാസമുണ്ട്. എന്നാലും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് പോകാൻ, ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിന്റെ സിസ്റ്റത്തിൽ തന്നെയുണ്ട്. സൂക്ഷ്മ മനസ്സിൽ തന്നെ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിനൊരു കാരണമായിട്ട് ഒരു വ്യക്തി മുന്നിൽ വന്നു വിട്ടിട്ടുണ്ടാകുക. ഈ ചിന്തകൾ എങ്ങനെ ഉദിക്കുന്നു നമ്മളുടെ എന്നുള്ളതാണ് ജ്യോതിഷം കാണിച്ചു തരുന്നത്. അത് നമ്മളുടെ ദശകാലമായിട്ട് ബന്ധപ്പെട്ട ഓരോ സമയത്തും ഓരോ തരം ചിന്തകൾ ഉണ്ടാകുകയും ആ ചിന്തകൾക്ക് അനുഗുണമായിട്ട് അനുസരിച്ചുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. അങ്ങനെ വരുന്നു. എന്നാ പിന്നെ ഞാൻ വെറുതെ ഇരുന്നാൽ പോരെ എന്നൊരു ചോദ്യം ഉടനെ അടുത്തത് വരാം. അങ്ങനെയല്ല, മനുഷ്യന് ഫ്രീ വില്ലുണ്ട്. അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ചുള്ള പരിശ്രമമൊക്കെ ഉണ്ടാവണം, അല്ലാതെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇതൊക്കെ
പ്ലാൻ ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അതനുസരിച്ച് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാവണം. സാഹചര്യങ്ങൾ എപ്പോഴും വരും. ആ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നതെന്നൊക്കെ മുൻകൂട്ടി അറിയാനാണ് ഇത് സഹായിക്കുക. ഇപ്പോൾ ഡേജാവു എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അതായത് നമ്മൾ പ്രത്യേക ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഇത് മുന്നേ അനുഭവിച്ചതാണല്ലോ എന്നുള്ളൊരു തോന്നല്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ, എൻ്റെ സ്കൂൾ കാലത്ത് ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വഴി പെട്ടെന്ന് ഓർമ്മ വരും ആ പാട്ട് കേൾക്കുമ്പോൾ. അതുപോലെ ചേച്ചിക്ക് ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കണ്ടപ്പോൾ ഒരു വൈബ് കിട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു പൂർവ്വജന്മ ബന്ധം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലെ പല സ്ഥലങ്ങള് ഇപ്പൊ ഒരിക്കൽ തന്നെ പിന്നെ ഈ ബേക്കൽ ഫോർട്ട് കാണാൻ പോയി. അപ്പൊ ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വഴിയുള്ളൂ അതിന്റെ. അന്ന് ബേക്കൽ ഫോർട്ട് ആദ്യം കാണുകയായിരുന്നു. ഞാൻ ആദ്യം കാണാം. അതെ, ലൈഫിൽ ഫസ്റ്റ് ടൈം കാണാണ്. ഞാൻ നീലേശ്വരത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്കിത് നല്ല പരിചയമുള്ള സ്ഥലമാണ്. ഞാനിത് എൻ്റെ ചിന്തകളിൽ കണ്ടിട്ടുമുണ്ട്. എനിക്ക് അതിനുള്ളിലുള്ള വഴികളൊക്കെ വളരെ പരിചിതമായിരുന്നു. അതുപോലെ മലേഷ്യയിൽ അങ്ങനെ പോയപ്പോൾ അവിടുത്തെ ഒരു ചൈനീസ് ടെമ്പിള്, അതെനിക്ക് പണ്ട്, അത് ഞാൻ സ്വപ്നത്തിലും പല പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ മീഡിയയിലൊന്നും കണ്ടതല്ല. അങ്ങനെ ആ സ്ഥലം എനിക്ക് വളരെ പരിചയം. അത് എല്ലാവർക്കും ഉണ്ടാകും, എനിക്ക് മാത്രമൊന്നുമല്ല. പിന്നെ വ്യക്തികളെ ഒരിക്കല് ഞാനൊരു പാകിസ്ഥാനി ജനിച്ചുള്ള ആയിട്ടുള്ള പാകിസ്ഥാനിലുള്ള ഒരാള് ഞാൻ അബുദാബി വെച്ച് കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് കണ്ട ആ നിമിഷം തന്നെ എനിക്ക് കുറച്ച് പാസ്റ്റ് എക്സ്പീരിയൻസുകളാണ് എൻ്റെ ചിന്തകളിലേക്ക് വന്നത്. ഇദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നൊക്കെ അന്നേരം ഇല്ല, അറിയില്ല. അപ്പൊ ഞങ്ങളൊരു സൈലൻസ് മെഡിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ അദ്ദേഹം കുറച്ച് അടുത്ത ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നു. ഞാൻ ആ ടേബിളിൽ തന്നെ നമുക്ക് പരിചയമുള്ള ഒരാളുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് നോക്കിയത്. നോക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണുന്നു. കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയമായി തോന്നി. നമ്മൾ കാണുന്ന വിദൂരമായ ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥലം. അബുദാബിയിലും വലിയ ബന്ധമുള്ള സ്ഥലമല്ലല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് എൻ്റെ സുഹൃത്തിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം. എന്നിരുന്നാലും അവിടെ പോയപ്പോ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ആളാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലേക്ക് വരാൻ വിസയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പാർലമെന്റേറിയൻ ആണെന്ന് പറഞ്ഞു, പാകിസ്ഥാനിലെ നാട്ടിലെ. അപ്പൊ എനിക്ക് വീണ്ടും അല്ലല്ലോ വേറെന്തോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ഈ ഡ്രാമ ഒക്കെ, അതാണ് പുള്ളിയുടെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യാനാ, നമ്മുടെ അവിടെ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ചോദിക്കുകയാണ്. അല്ല ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പം ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ ചോദിച്ചതാണ്. അങ്ങനെ ചോദിച്ചപ്പോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഞാൻ ഈ പാർലമെന്റേറിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ അവിടെ എന്തോ മിനിസ്ട്രിയിലുള്ള ആളാണ്. അതുകൊണ്ട് അത് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതവിടെ അത്ര സ്വീകാര്യമല്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തെ കാണുകയാണ്, ഗ്രീക്കിലാണ്. ഗ്രീസിൽ വെച്ചിട്ടാണ് ഒരു ഗ്രീക്ക് കോസ്റ്റ്യൂമാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഇവിടൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നാടകം ആണ് ഉദ്ദേശിച്ചത്. അതും എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പാർലമെന്റേറിയൻ ആണെന്ന് പറയുമ്പോഴും ഞാൻ വേറെ ചോദിക്കുന്നത്. അപ്പൊ ആ ഗ്രീക്ക് പിന്നെ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് അവിടുത്തെ എന്തോ കലകളൊക്കെ ഉള്ള ആ രൂപമാണ്. അപ്പൊ ഇദ്ദേഹം ഇവിടെ ഷോൾഡർ കുറച്ചകത്തേക്ക് വളഞ്ഞിട്ട് അത്ര പ്രായമില്ല. അങ്ങനെ തന്നെ. അപ്പൊ ഇങ്ങനെ നല്ല അല്ല ആ ധൈര്യം, ആ ഒരു അതൊരു തീവ്രമായൊരു വികാരം അതിന്റെ ഭാഗമായിരുന്നു. വലിയൊരു ആത്മവിശ്വാസം. ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് ഇവിടാണ് എനിക്ക് പെട്ടെന്ന് ഷോൾഡറിന്റെ ഒരു അകത്തോട്ടുള്ള ഒരു വളവാണ് ശ്രദ്ധയപ്പെട്ടത്. അദ്ദേഹം പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഗ്രീസിലേക്ക് പോകുന്നുണ്ടെന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ
രണ്ടാഴ്ച കഴിഞ്ഞ് പോകാനിരിക്കുക, നീ വരുന്നു. ഗ്രീസ് എന്ന് ചേച്ചിക്ക് സ്പെസിഫിക് അതെ അതെ, എനിക്കിപ്പോ മനസ്സിൽ ഈ ഗ്രീക്ക് മിത്തോളജി അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് അതൊക്കെ എന്റെ മനസ്സിൽ വന്നാണ്. അത് എവിടെയോ കണ്ടതുമല്ല, ശരിക്കും നമ്മൾ ഈ ജന്മത്തിൽ കണ്ട ഓർമ്മയല്ല. ശരിക്കും പറഞ്ഞ അത് നമുക്ക് എവിടുന്ന് വരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഗ്രീക്ക് ഒരു ആളാണ്, ഗ്രീക്ക് കോസ്റ്റ്യൂം എല്ലാം, തലയിലുള്ള വേഷങ്ങള്. പിന്നെ ഞാൻ കാണുന്നത് ഏതോ ഒരു അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആണ്. അതും ഞാൻ ശരിക്കും പറഞ്ഞ വായിച്ചു കണ്ടതോ ചിത്രം കണ്ടതോ അല്ല, എന്റെ മനസ്സാണ് പറയുന്നത്. ഒരു ഗ്രീക്ക് കൾച്ചറാണ്. ഗ്രീക്കുകാരൻ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ വിഭാവന ചെയ്യുന്നത് അദ്ദേഹം ഒരു നാടകത്തിലോ അല്ലെങ്കിൽ ഒരു ട്രൂപ്പിലോ വേഷം കെട്ടി നിൽക്കുന്ന ഒരാള്. നമ്മളിപ്പോ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ കഥകളിക്കാണെങ്കിൽ ആട്ടവിളക്ക്, തിരശീല, അതൊക്കെ ഇല്ല. അതുള്ളതുപോലെ എന്തോ ഒരു കാര്യത്തിന് ഒരു ഭംഗം വന്നപ്പോ, ചെറിയൊരു മാറ്റം വരെ വന്നപ്പോ ബാക്കി എല്ലാവരും കോംപ്രമൈസ് ചെയ്തു, ഇയാള് കോംപ്രമൈസ് ചെയ്തില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. അത് കണ്ണുകൊണ്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയില്ല. സിനിമ കാണുന്ന പോലെ കാണുകയാണോന്ന് ചോദിച്ചാൽ അറിയില്ല. അതെങ്ങനെ കാണുന്നു ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയില്ല. പറയുന്ന പോലെ മനസ്സിന്റെ തിരശീലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ടുള്ളതാണ്, അല്ലാതെ ചുമ്മാ ഉള്ള. അപ്പൊ ആ ഷോ എന്നതിനെ പറയാനും പറ്റത്തില്ല. അത് അത്രയും കുറച്ചുകൂടി ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കഥകളിയെ നമ്മളൊരു ഷോ എന്ന് പറയാറില്ലല്ലോ, ആ രീതി പോലെ തന്നെ. അപ്പൊ അവിടെ ഈ ആളുകളെല്ലാം കാണാനായിട്ട് വന്നിരിക്കുന്നു. ഈ ഗ്രീക്ക് കൾച്ചറിലുള്ള കെട്ടിടം, വേഷവിധാനം, കെട്ടിടങ്ങള്. അപ്പൊ ഈ ആളുകളെല്ലാം ഇങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ടും ദുഃഖിതരായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം മാത്രം ഇത് അനുവദിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന കഥകളിക്ക് ആട്ടവിളക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയണ വിളക്ക് വിട തൽക്കാലം ഇല്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇല്ല, അങ്ങനെ തന്നെ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് ഇത് നടക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വളരെ വിഷമിച്ചൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഒരു കാര്യമൊക്കെ കാണുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അദ്ദേഹത്തെ ആരോ ഇങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. സ്ത്രീയോ പുരുഷനോ. അപ്പൊ അതിന് കഴിഞ്ഞിട്ട് ഞങ്ങള് താമസിക്കുന്ന വീട്ടിൽ പോകുമ്പോ എന്റെ ഫ്രണ്ടിന്റെ, അപ്പൊ ഞാൻ കാറിലൊക്കെ ഇരിക്കുമ്പോ കുറച്ച് ദൂരമുണ്ട്, വളരെ വിഷമത്തിലായിരുന്നു. എനിക്കങ്ങ് വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പൊ ഞാൻ പറയണ ഇങ്ങനെ വേണ്ടത് കണ്ട് ഈ സീൻസ് ഒക്കെ മനസ്സിൽ ഓൾറെഡി അനുഭവിച്ചതിന് ശേഷം തിരിച്ചു ചേച്ചി തിരിച്ചു പോവുകയാണ്. അപ്പൊ എന്റെ മനസ്സ്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓരോ അരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ലൈഫ് നമ്മള് സഫർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇദ്ദേഹം അന്ന് എന്തോ ഒരു മനുഷ്യർക്ക് വേദന ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ ഇപ്പൊ ഇതിനൊരു സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്ത് കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ വിളക്ക് വെക്കരുത് അങ്ങനെ പറഞ്ഞ ഒരു സംഭവമാണോ? ബാക്കി അത് ഒരാൾക്ക് വളരെ പെയിൻ കൊടുത്ത ഒരു കാര്യമല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ മകള് പറയുന്നത്, മകളോട് എൻ്റെ ഫ്രണ്ടും പറഞ്ഞു ഇങ്ങനെ ടീച്ചറെ പിന്നെ വഴിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വളരെ വിഷമത്തിൽ, ശരിക്കും ദുഃഖം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇരിക്കുകയായിരുന്നു, എന്തായാലും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കറിയില്ലേ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്, സ്ത്രീകള് ആ സമയത്ത് നാടകങ്ങളിൽ അഭിനയിച്ചുകൂടാ, ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്, ട്രൂപ്പിൽ പാടില്ല. പക്ഷെ ഒരു സ്ത്രീ പുരുഷ വേഷം ധരിച്ചിട്ട് ഇതില് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് സ്ത്രീകളെ കിട്ടാൻ ആണുങ്ങൾ സ്ത്രീ വേഷം കെട്ടിയായിരുന്നു. അതേപോലെ ആയിരിക്കാം, പക്ഷെ അവരൊരിക്കലും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് ഈ ഒരു പ്രോഗ്രാം ഇത് നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ഒരാള് സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞതും. ബാക്കി എല്ലാവരും ഒക്കെ കുഴപ്പമില്ല, പുറത്തറിയണ്ട, നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം മാത്രം അത് അഗൻസ്റ്റ് ആയിട്ട് വലിയൊരു വിവാദമായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ആ ഒരു ട്രാജഡി ചേച്ചി ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഈ അബുദാബിയിൽ നിന്ന് ചേച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഈവൻ കണ്ണുനീര് പോലും ഒലിപ്പിച്ചുകൊണ്ട് ഭയങ്കര, നമുക്കത് ഭയങ്കരമായിട്ട് അപ്പോൾ സംഭവിച്ചതുപോലെയുള്ള ഇൻസിഡന്റ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ സംഭവിച്ച പോലെ അതിന്റെ ഒരു പെയിനും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്ന നമുക്ക് എന്ത് ഫീലാണോ ഉള്ളത് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. ദുഃഖമുണ്ട്, അപമാനമുണ്ട്, കുറ്റബോധമുണ്ട്, ഇദ്ദേഹം എന്തിനാ അങ്ങനെ പെരുമാറി എന്നുള്ളതുണ്ട്, ഇദ്ദേഹത്തോട് സ്നേഹമുണ്ട്. പിന്നെ ഇന്നത്തെ അവസ്ഥയില ഏറ്റവും കൂടുതൽ ദുഃഖം അപ്പൊ തോന്നിയത് ഇന്നത്തെ അവസ്ഥയിലാണ്. അങ്ങനെയുള്ള, അതായത് എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഈ ഒരു
മേഖല കൊണ്ട് തന്നെ. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ആ കാര്യത്തിൽ മാത്രം സ്വാതന്ത്ര്യമില്ല. പാർലമെന്റേറിയനാണ് എല്ലാ പദവികളും കൊണ്ട് അദ്ദേഹം അടിച്ചേൽപ്പിച്ച ഒരു പദവിയായിരിക്കും കുടുംബപരമായിട്ടുള്ള ഒരു. അദ്ദേഹം വളരെ സ്പിരിച്വലാണ് അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എന്റെ ഫോട്ടോയൊക്കെ ഉണ്ട് എന്റെ കയ്യില് ആളിന്റെ. പിന്നീട് രണ്ടാമത് ഞാൻ അബുദാബി വെച്ച് വീണ്ടും പുള്ളിയെ കണ്ടിരുന്നു 2 വർഷത്തിന് ശേഷം. പോയിട്ട് വന്നു. എന്തെങ്കിലും പഴയ ആഗ്രഹം ഇല്ല, അതിനെപ്പറ്റി നമ്മൾ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചില്ല, പറഞ്ഞിട്ടില്ല. അപ്പോ അദ്ദേഹം ചേച്ചിയോട് ഒരിക്കലും ചോദിച്ചില്ല എങ്ങനെ നിങ്ങളെ ഞാൻ ഗ്രീസിലേക്ക് പോകുന്നു എന്ന്? ഒരു തമാശയായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നില്ല. അത് നമ്മൾ പറഞ്ഞില്ല, അദ്ദേഹത്തോട് പറഞ്ഞില്ല, നമ്മൾ തന്നെ സംസാരിച്ചതേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലേ, നമ്മൾ അങ്ങനെ കയറി പറയുന്നത് ശരിയല്ല. പക്ഷെ ഇപ്പൊ എന്നെയാണ് ആദ്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണ അടുത്ത ആഴ്ച സൗത്ത് കൊറിയയിലേക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പോകാനിരിക്കുകയാണ്. അപ്പൊ നാച്ചുറലി എന്റെ ഉള്ളിലൊരു വരും. അദ്ദേഹം ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ അസ്ട്രോളജർ ആയതുകൊണ്ട് ചോദിച്ചത്. അവിടെയും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ അസ്ട്രോളജർ പ്രസക്തി ഇത്രയും കൃത്യമായിട്ട് ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു 10 വർഷം കഴിഞ്ഞാൽ എവിടെ ഇരിക്കുന്ന ചേച്ചിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ ഇരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും സുരേഷിന്റെ മനസ്സിലായി സുരേഷിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഏത് അവസ്ഥയിലായിരിക്കും എന്നൊക്കെ തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും, ഏത് തലത്തിലേക്ക് മാറും, ഇന്റലക്ച്വലി മാറുവോ, ഇമോഷണലി മാറുവോ, പിന്നെ സ്പിരിച്വലി മാറുവോ, ഹെൽത്ത് എങ്ങനെയായിരിക്കും, പൊസിഷൻ ഇപ്പം ജോലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അതില് എങ്ങനെയായിരിക്കും, ഇതൊക്കെ പറയാൻ പറ്റും തീർച്ചയായിട്ടും. ഒരു ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഒരു വ്യക്തി ഇപ്പോൾ ഒരു 1960s 70s ജനിച്ച സമയത്ത് നക്ഷത്രങ്ങളുടെ ഒരു ഘടന അനുസരിച്ചിട്ടാണല്ലോ ഈ ഗ്രഹനില എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ഗ്രഹങ്ങളുടെ നില അനുസരിച്ചിട്ടാണ് ഗ്രഹനില പറയുന്നത്. ഇതേ പൊസിഷനിൽ മേ ബി ഒരു 300, 400, 500 കൊല്ലം കഴിഞ്ഞാൽ ഇതേ പ്ലാനറ്ററി പൊസിഷൻ വീണ്ടും വരുമോ? വരാൻ സാധ്യതയുണ്ട്, വരാമല്ലോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമായിരിക്കാം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. വരാം. ഈ 12 രാശികളും ഒരേപോലെ വരാനാണ് സാധ്യത. ആദ്യമായിട്ട് പറയുന്നില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ചേച്ചിയുടെ കൺസെപ്റ്റിൽ അപ്പോൾ ആ വ്യക്തി ഇന്ന് ഈ 60s 70s ഒരു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ ഈ 320, 340, 400 കൊല്ലം കഴിഞ്ഞ് ഇതേ പ്ലാനറ്ററി പൊസിഷൻ വരുമ്പോൾ അദ്ദേഹം അശ്വതി നക്ഷത്രത്തിൽ തന്നെ ജനിക്കുമ്പോൾ ഈ വ്യക്തി തന്നെ ആയിരിക്കും ആ വ്യക്തി, അതായത് ക്യാരക്ടർ വൈസ്? ഒരിക്കലുമല്ല. അതിപ്പോ തന്നെ അശ്വതി നക്ഷത്രമുള്ള എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ആ അശ്വതി നക്ഷത്രം ഉള്ള ഒരാളിന്റെ അതേ സ്വഭാവം വേറൊരു അശ്വതി നക്ഷത്രക്കാർക്ക് അതേ സ്വഭാവം. ഇപ്പൊ ഒരു 4 തിരുവാതിരക്കാർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തിരുവാതിരയാണ്, ഒരു കോമൺ ഫാക്ടർ അതിലുണ്ടെന്നാണ് പൊതുവെ പറയാം. അപ്പൊ അത് തെറ്റാണ് അല്ലേ? ഒരിക്കലും നമുക്ക് തന്നെ ആലോചിക്കാമല്ലോ. നമ്മുടെ ചുറ്റും 4 തിരുവാതിര നക്ഷത്രക്കാരുണ്ട്. ആ 4 പേരുടെ അനുഭവം ഒരുപോലെയാണോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഉണ്ടോ? ഇല്ല ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഭൂമിയിൽ ഒരാളെ പോലെ വേറൊരാൾ ജനിച്ചിട്ടില്ല, ഈ യുഗത്തിലോട്ട് ജനിക്കാനും പോകുന്നില്ല. കാരണം നമ്മുടെ തമ്പിംപ്രഷൻ പോലെ വേറൊരാൾക്കില്ല. അപ്പൊ നമ്മളെ പോലെ ഒരാൾ ജനിച്ചിട്ടില്ല. ഈ ഭൂമിയിലുള്ളതെല്ലാം യുണീക്കാണ്. അപ്പൊ ഒരാളെ പോലെ വേറൊരാളാണെന്ന് പറയുന്നത് 7 പേരുണ്ടെന്നൊക്കെ പറയുന്നത് പറയാൻ മാത്രമേ കൊള്ളുള്ളൂ. സാമ്യം ഉണ്ടാവും. ഇപ്പൊ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പൊ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങളൊക്കെ വായിച്ചിട്ട് പറയും എന്നെ പോലെ തന്നെയാ, ഞാൻ വിചാരിച്ച പോലെ എന്നൊക്കെ പറയും. അത് നല്ല കാര്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നത് നമ്മുടേതാണെന്ന് തോന്നുന്നത്. അത് മനുഷ്യ സഹജമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത നമുക്ക് പറയാവുന്നത്, അതും പ്ലാനറ്ററി പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ മാറും. ഇല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് ആദ്യത്തെ നക്ഷത്രമാണ്. ആദ്യം എന്ന് പറഞ്ഞാല് ഈ യാത്ര തുടങ്ങാൻ പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടുന്ന് ആരംഭിക്കുന്ന ഒരു നക്ഷത്രമാണ്. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യും. യാത്ര തുടങ്ങാൻ പോകുന്ന അശ്വതിയിലാണല്ലോ നക്ഷത്രങ്ങൾ നമ്മൾ തുടങ്ങുന്നത്. രാശികൾ തുടങ്ങുന്നത് മേടൻ രാശി മുതൽ. അതാണ് നമ്മള് വിഷു വർഷാരംഭം. അപ്പൊ അവിടെ നിന്നൊരു ഒരാള് നമ്മളുടെ ഏത് പ്രവൃത്തികളും ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ചിന്തയിലാണ്. ഇപ്പൊ സുരേഷ് ഒരിടത്തേക്ക് പോകണം എന്ന് വിചാരിച്ച ആദ്യം പോകണം എന്നുള്ള ചിന്തയാണ്. അതിനുശേഷമാണ് അതിനുള്ള ആക്ഷൻ ഉണ്ടാവുള്ളൂ.
എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലേക്ക് വരാനുള്ള ആ വൈബ്രേഷൻ, ആ ചിന്ത, ആ ആക്ഷനെ പറ്റിയുള്ള ചിന്ത തുടങ്ങുന്ന ഒരു മൊമെന്റ് ആണ് ഈ അശ്വതി എന്ന് പറയുന്നത്. ഭൂമിയിലേക്ക്, ഈ സഞ്ചാര പദത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ എന്താണ്, എനിക്ക് തുടങ്ങണം, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെയുള്ള ഞാനെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്കൊരിടത്ത് പോകണം, ഞാൻ വേണ്ടേ അവിടെ. ആ ഒരു ഫോഴ്സ്, ആ ഒരു ഫയർ ആ തുടങ്ങുന്ന ഒരു മൊമെന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ എനർജിയുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ വിസ്ഫോടനം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, മേടം എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെയാണ്. ചൊവ്വയുടെ രാശിയാണ്, അഗ്നിയാണ്, അഗ്നിയുടെ രാശിയാണ്. ചൊവ്വ അഗ്നിയുടെ ഗ്രഹമാണ്. സൂര്യനാണ് അവിടെ ഉച്ചമായിട്ട് നിൽക്കുകയാണ്. സൂര്യനാണല്ലോ എല്ലാത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളും എന്ന് പറയുന്നത് സൂര്യന്റെ തന്നെ പ്രകടിതമായ പല ഭാവങ്ങൾ മാത്രമാണ്, പല ആവിഷ്കാരങ്ങളും. അപ്പൊ ഇവിടെ ചൊവ്വ എന്ന് പറയുന്നത് സൂര്യന്റെ പ്രകടിതമായിട്ട് ഭൂമിയിൽ നമ്മൾ എങ്ങനെ പ്രവൃത്തി ചെയ്യണം എന്നുള്ള, ആ കർമ്മം ചെയ്യാനുള്ള ഒരു എനർജിയാണ്. ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ചൊവ്വയുടെ കാര്യം. അപ്പൊ അവിടെ എന്തുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പൾസീവ്നെസ് ഉണ്ട്, ഞാൻ എന്നുള്ള ഒരു വലിയ ഭാവമുണ്ട്. പിന്നെ എന്താണ്, എനിക്കെന്നുള്ള ഒരു ഭാവമുണ്ട്. അപ്പൊ എന്താ, ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും മറ്റുള്ളവരെക്കാൾ. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും, ഞാൻ ചെയ്താലേ ശരിയാവും. അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ മറ്റുള്ളവരിൽ? ഞാൻ ഏൽപ്പിക്കുന്ന ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് അതും തീർത്തു പറയാൻ പറ്റില്ല. കാരണം ഇവരെ നല്ല ഗ്രഹങ്ങള് സ്വാധീനിക്കുക, ഈ ആഴത്തിന്റെ ദൃഷ്ടി വരികയാണെങ്കിൽ ഒരു പാകത വരും നമ്മൾ പറയില്ലേ, ആ അവസ്ഥയിലേക്ക് വരും. അപ്പൊ എടുത്തുചാട്ടം കൂടുതലെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്നൊരു ഭാവം ഉള്ളിലുണ്ടാവും. നക്ഷത്രമുള്ള ഒരാളെ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ആക്കാൻ വളരെ നല്ലതാണ്. അതാണ് ഏതൊരു കാര്യത്തിനും. ഇവിടെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അഗ്നിയാണ്, മേടൻ രാശി അഗ്നിയാണ്, കേതുവിന്റെ നക്ഷത്രമാണ്, കേതു അഗ്നിയാണ്, സൂര്യനോട് ഉച്ചമായിട്ടുള്ള രാശി, ശനി നീചമാണ്, വേറെ കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം കൂടെ സംഭവിക്കുമ്പോൾ എന്താണ്, ഞാൻ എന്നുള്ളതിനും അവിടെ വളരെ പ്രാധാന്യമുണ്ട്. ഈ ഞാൻ എന്നുള്ളത് പോസിറ്റീവായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയും. പോസിറ്റീവായി കഴിഞ്ഞാൽ കാരണം ആക്ഷന്റെ എല്ലാം ചെയ്യാനുള്ള അംശം ഇത്തിരി മാറ്റിവെക്കാന്നതിനെ പറയാനൊക്കത്തില്ല. തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഒരുപാട് കഴിവുകളുണ്ട്. അതായത് ഒരു ഗ്രഹങ്ങളോ ഒരു ഗ്രഹനിലയോ മോശമല്ല. എല്ലാരും പറയും ജനറലി എന്റെ ഗ്രഹനില മോശമാണ്, ഓക്കെ എന്റെ ഒരു കർമ്മഫലം എന്നൊക്കെ പറയും. നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് അത് മോശമാകുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അവരെ പോലെ ആവണം. ഇപ്പൊ അശ്വതി നക്ഷത്ര ഒരു സ്ത്രീയാണ്, അവർ പറയണേ എന്റെ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ അവരുടെ ഭർത്താവ് വളരെ സന്തോഷിച്ച് അവരവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് അതുപോലെ ആകണം എന്ന് പറഞ്ഞ പ്രയാസമാണ്. കാരണം ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഇവരിത് ചെയ്യുമ്പോഴല്ലേ അവര് ഹാപ്പി ആകുക. വേറൊരു ആംഗിളിൽ പറഞ്ഞാൽ അതിനെ നമുക്ക് സ്വധർമ്മം കണ്ടെത്തുക എന്ന് പറയാം. സ്വധർമ്മം കണ്ടെത്തി പ്രവർത്തിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെയാണ് ഓരോ ഗ്രഹനിലകളിലും പോസിറ്റീവായ കാര്യങ്ങളുമുണ്ട്, നെഗറ്റീവായ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എന്ന് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ്. ഇപ്പൊ 8 ഗ്രഹങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശം ഒരു കോമ്പിനേഷൻ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് വളരെ നല്ലതാണ്. 8 അഷ്ടമത്തിലെ ഗ്രഹങ്ങൾ കേട്ടിട്ടുണ്ടാവും. പറയുന്ന ഒരു കാര്യം വലിയ ശ്ലോകം ഉണ്ടല്ലോ, എല്ലാ നാശമാണെന്ന് പറയും, സർവത്ര ദോഷമാണെന്നാ പറയാം. പക്ഷെ അത് വളരെ പോസിറ്റീവാണ്. അതായത് അവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് കഴിവുകളുണ്ട്. ചേച്ചി ഇങ്ങനെ പറയുന്നത് കൊണ്ട് പൊതുവെയുള്ള ജ്യോതിഷപരമായ ഇങ്ങനത്തെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഷ്ടമത്തിൽ പ്രശ്നമാണെന്ന് പറയുന്നതിന് ഒരു വെല്ലുവിളിയായിരിക്കും ഈ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഏത് തരത്തിൽ ഉപയോഗിക്കാമെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് പല കാര്യങ്ങളും മറ്റുള്ളവർക്കില്ലാത്ത രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയത്തില്ലേ, അത്തരം ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഏത് വിഷയത്തിലാണ് അവരുടെ അടുത്തുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ കഴിവ് ഏത് കാര്യത്തിലാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അതിൽ അവർക്ക് എക്സൽ ആവാൻ പറ്റും. ഹിഡൻ ആയിട്ടുള്ള കഴിവുകൾ ആർജിക്കാൻ ഉള്ളവരാണ്, ആർജിക്കാനൊന്നുമില്ല. പുതുതായിട്ടൊന്നും നമ്മൾ ആർജിക്കുന്നില്ല, എല്ലാം നമ്മളിൽ ഉള്ളത് തന്നെയാണ്. ഉള്ളത് നമ്മളിൽ വെളിവായി വരിക മാത്രമാണ് ചെയ്യുന്നത്. അറിവുകൾ എന്ന് പറയുന്നത് നമ്മളിൽ ഉള്ളത് തന്നെയാണ്. അറിവെന്ന് പറയുന്നത് ഒരാളുടേതല്ല, പ്രകൃതിയുടേത്. അതിനെ ദർശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഏറ്റവും വലിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം. വിശ്വാമിത്ര ഋഷി അതിനെ ദർശിക്കുകയല്ലേ, ദൃഷ്ടാവാണ്, സൃഷ്ടാവല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാ അറിവുകളും ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. ആ അറിവുകളെ ദർശിക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഹിഡൻ ആയിട്ടുള്ള കഴിവുകളാണ് ഉള്ളത്. അത് ഏത് കാര്യത്തിലാണെന്ന് തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാനലൈസ് ചെയ്ത് അവർക്ക് അത് ഭയങ്കരമായിട്ട് മറ്റുള്ളവരെക്കാൾ അതിലെ
പിന്നെ എക്സൽ ആവാൻ പറ്റും? എനിക്ക് പഠിക്കുന്ന കാലത്തെ ഒരു ഷേക്സ്പിയറുടെ ഒരു കൊട്ടേഷനാണ് ഓർമ്മ. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലരിൽ മഹത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നു, ചിലർ മഹത്വം ആർജിക്കുന്നു. ഈ 3 സംഭവങ്ങൾ, മഹാന്മാരായി ജനിക്കുന്നു വേണമെങ്കിൽ ഒരു രാജാവിൻ്റെ മകനായി, മഹാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഭൗതിക മഹാനാണോ അതോ? അല്ല, ഭൗതിക മഹാനല്ല. അപ്പൊ അതുകൊണ്ട് മഹത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ രാജാവിന്റെ മകനാണ്, അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. മഹാനായിട്ട് ജനിക്കുന്നവരുണ്ട്, മഹത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നവരുണ്ട്, സാധാരണക്കാരനായി ജനിച്ചിട്ട് മഹത്വം ആർജിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഈ മഹത്വം ആർജിക്കുന്നവർക്ക് നമ്മൾ ജ്യോതിഷമാണ് സബ്ജക്റ്റ് എന്നുകൊണ്ട് ചോദിക്കണം, അത് പ്രീ പ്ലാൻഡ് ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മളിപ്പോ എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ ഒരു പ്രായം വരെ ഞാൻ അസ്ട്രോളജറെ കണ്ടിട്ട് പോലും ജ്യോതിഷത്തിൽ എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്ന ആളല്ല. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ പഠിച്ചത്. എനിക്ക് ഒരിക്കലും ചിന്തിക്കാനേ പറ്റില്ല ഞാൻ അസ്ട്രോളജർ ആകുക എന്ന് പറഞ്ഞാൽ അസ്ട്രോളജി കൈകാര്യം ചെയ്യാനും അല്ല പഠിച്ചത്. ഫലങ്ങള് ഇതെന്താണ് അല്ല, ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു, ആ സംഭവങ്ങളോട് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ ചിലരെന്നോട് പറയാം, അയ്യോ അതൊക്കെ ദൈവം തരുന്ന. അപ്പൊ ഞാൻ വിളിച്ചു, ദൈവം അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളും മോശക്കാരനായിരിക്കണം. അപ്പോ നീതി നിഷേധിക്കുന്നത് ദൈവം അത്ര നല്ലതല്ലല്ലോ. പിന്നെ ചിലര് പറഞ്ഞ കർമ്മമാണ്. എന്തൊരു കർമ്മ, അതെന്താണെന്ന് അറിയില്ല. അപ്പൊ ഉപനിഷത്തൊക്കെ വായിച്ചു നോക്കുമ്പോ ഏതൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉള്ളത് ജ്യോതിഷത്തിലാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് നമ്മളെ മറ്റുള്ള മനുഷ്യര് പെരുമാറുന്നതാണല്ലോ നമുക്ക് ദുഃഖമായിട്ട് വരുന്നത്. മറ്റുള്ള മനുഷ്യന്റെ പെരുമാറ്റങ്ങളാണ് നമുക്ക് ദുഃഖമായിട്ട് വരുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ടൂൾ എന്താണ് എന്ന് നോക്കിയപ്പോഴാണ് ഈ പാമിസ്ട്രി, മുഖലക്ഷണം, അതിനെ ലക്ഷണശാസ്ത്രം എന്ന് പറയും. ഇപ്പൊ നമ്മൾ ജനിക്കുന്ന ഗ്രഹനിലയാണ് നമ്മളെ ആരാണെന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു, നമുക്ക് നേരെ പിടിച്ചിരിക്കുന്ന ഒരു മിറർ പോലെയാണ്, നമ്മളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതേപോലെയാണ് നമ്മുടെ ലക്ഷണശാസ്ത്രം. ലക്ഷണം, നമ്മൾ ശിരസ് മുതൽ പാദം വരെയുള്ള നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് വേണേൽ നമ്മൾ പറയുന്ന എല്ലാ ശരീരഭാഗങ്ങൾക്കും ലക്ഷണങ്ങളുണ്ടല്ലോ. അത് നോക്കിയാൽ നമ്മൾക്കൊരു വ്യക്തി എന്താണെന്ന് അറിയാം. പക്ഷെ അതൊക്കെ ജ്യോതിഷം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക, അപ്പോൾ ഇത് ഈ ഗ്രഹത്തിന്റെ സ്വഭാവമാണല്ലോ. ഇപ്പൊ നമ്മളുടെ ഒരു ഫോർമാറ്റ് അങ്ങനെ ആയിട്ട് മാറും. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും, ഇപ്പൊ സുരേഷ് എന്തെങ്കിലും കേട്ടാൽ അത് സംഗീതമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ സംസാരിക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു വ്യക്തിയെ പറ്റി അവരൊരു കാര്യം ചെയ്തു, എല്ലാവരും അയ്യോ കഷ്ടമായി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് ഏത് ഗ്രഹം കൊണ്ടായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ പെരുമാറിയത്. അയ്യോ ഇത് ചൊവ്വയാണല്ലോ, ചൊവ്വയും ശനിയും കൂടെയുള്ള കോമ്പിനേഷൻ അല്ലെ, രാഹുവിന്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഈ വ്യാഴം ഇവരുടെ നിയന്ത്രണത്തിലല്ലാതെ വന്നുകൊണ്ടാണ്. വ്യാഴം ചില സ്ഥലങ്ങളിൽ നിന്ന് ഉന്മാദം കൊടുക്കും, വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. വ്യാഴമാണ് ഏറ്റവും സർവ്വദോഷങ്ങളും ഇല്ലാതാക്കുന്നത്, ചിന്തയ്ക്ക് കൺട്രോൾ ഇല്ലാതാക്കുക എല്ലാവരും പറയുക. ആകാശ എലമെന്റ് ആണ് ഏറ്റവും പ്യൂരിറ്റി ഉള്ള ദൈവികമായിട്ടുള്ള ആ എലമെന്റ് ആണ്. പക്ഷെ അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഇൻഡ്യൂറ്റീവ് പവർ കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ അതുപോലെ ചിന്തയുടെ മേലെ കൺട്രോൾ ഇല്ലാതെ വരിക, മാനസിക ഉന്മാദത്തിലേക്ക് നയിക്കും. നമുക്ക് വിശ്വസിക്കാനേ പ്രയാസം. പക്ഷെ അങ്ങനെയുള്ള മനസ്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. ആകാശ എലമെന്റ് ഒരാൾക്ക് ദോഷം കൊടുക്കും, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. പക്ഷെ വ്യാഴം ദോഷം കൊടുക്കും. ഉന്മാദ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലരെ പറ്റി പറയും ബുദ്ധി കൂടിയിട്ട് ഭ്രാന്തായതാന്ന് പറയും. കൂടുകയോ കുറയോ അവരുടെ നിയന്ത്രണത്തിലല്ലാതെ വരുമ്പോൾ ഭ്രാന്താകും. നിയന്ത്രണത്തിലല്ലാതെ വരുമ്പോൾ കൺട്രോൾ ഇല്ലാതെ വരും, സ്കാറ്ററായി പോവുക ചിന്തകള്, ചിന്ന ഭിന്നമാവുക. ചിലപ്പോൾ ചിന്തകൾ കൂടിയിട്ടും അങ്ങനെ വരാം. മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള കൂടുതലും കാണുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ജീനിയസുകളാണ് കൂടുതലും കാണുന്നത്. അതൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത് വളരെയും കൂടുതലാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്, അവൻ പഠിച്ച് ഭ്രാന്തായി. അതെപ്പോഴും കേൾക്കാറുണ്ട്. അത് വേറൊന്നും കൂടെ പറയും, ഭക്തി കൂടി ഭ്രാന്തായി. അത് വേറൊന്ന്. അത് അപ്പോൾ ഒരു വ്യക്തിയുടെ ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നതെന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കാവുന്നത്, ഒരു വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങള് അദ്ദേഹം ജനിച്ച സമയത്തെ ഗ്രഹനില വെച്ച് മുന്നേ രചിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ എഴുതപ്പെട്ടതാണ്. അതിനാണ് ജാതകം എന്ന് പറയുന്നത്. എന്തിന് ജാതകമായിരിക്കുന്നു, എന്തൊക്കെ അനുഭവിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മള് ജനിക്കുക എന്നുള്ളത് പണ്ടേ സംഭവിച്ചതാണ്. അത് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മള് മാവില് മാങ്ങ ഉണ്ടാകുന്ന പോലെ മാവിന്റെ ഗുണം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഗുണങ്ങള് അല്ലെങ്കിൽ നമ്മളുടെ കർമ്മങ്ങള്
ഒരു നിശ്ചിത പീരീഡിൽ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളല്ല, പക്ഷെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളും പറയാൻ പറ്റും, ഇല്ലെന്നല്ല. പക്ഷെ അതിന് വളരെയേറെ നമ്മൾ ആ ഒരാളിനെ മാത്രം, പണ്ട് രാജാക്കന്മാർക്കൊക്കെ ജ്യോതിഷികളുണ്ടല്ലോ, ഓരോ ദിവസം എന്ത് സംഭവിക്കും. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ചന്ദ്രന്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ഈ ഭൂമിയിൽ തന്നെ പഞ്ചഭൂതോദയം വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ സമയത്തും. അപ്പൊ അത് നമ്മളുടെ ചന്ദ്രന്റെ പൊസിഷനുമായിട്ട് നമുക്ക് എങ്ങനെയുള്ള ചിന്തകൾ വരും, എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. 100% അല്ല എങ്കിലും ഒരു മുന്നറിവ് ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ ചന്ദ്രന്റെ പൊസിഷൻ വെച്ചിട്ട് നമ്മൾക്ക് അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ജനറലി പിന്നെ ഒരു വ്യക്തിയുടെ ഗ്രഹനില കാണുമ്പോൾ അവർക്ക് അവരുടെ മേജർ ചേഞ്ചുകൾ എന്തൊക്കെയാണ്, ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം, അവരുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അവർക്ക് ഏത് ഭാഗത്തോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ശരീരം എടുത്തിരിക്കുന്നത് നമ്മളാണ്, ഈ മനസ്സുണ്ടാക്കിയിരിക്കുന്നത് നമ്മളാണ്. അപ്പൊ ഇവിടെ വ്യത്യാസം വരുന്നതിന് ആർക്കാ പറ്റുക? നമുക്കേ പറ്റുള്ളൂ. അതാണ് പറയുന്നത്. അതിന് ചില ഹെൽപ്പുകൾ നമ്മൾ ഏതുതരം ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ സന്തോഷം കൊടുക്കുക. ഏത് ഗ്രഹമാണ് മോശമായിട്ട് നിൽക്കുന്നത് ആ ഗ്രഹത്തിന്റെ വൈബ്രേഷൻ പിന്നെ നമ്മളിലേക്ക് കൂടുതൽ അനുകൂലമാക്കാനുള്ള ദാനങ്ങൾ ചെയ്യുക, അതിന്റെ ദേവതകളെ പ്രീതിപ്പെടുത്തുക. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നമ്മൾ ആ ചിന്ത കൊണ്ടുവരിക. ഇപ്പൊ വ്യാഴത്തിന്റെ ദോഷത്തെ പറ്റി ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, ഗുണത്തെ പറ്റിയൊക്കെ. അപ്പൊ ഇങ്ങനെ ഗുരുക്കന്മാര് ദേവബ്രാഹ്മണ ക്ലാസ് ഓൺലൈൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആർക്കും എങ്ങനെ ചേരുന്നതിന് ഒരു ക്രിറ്റീരിയ ഒക്കെ ഉണ്ടോ? ഇല്ല, താല്പര്യമാണ് അതിന്റെ പ്രധാന കാര്യം. ഏത് കാര്യവും പഠിക്കുന്ന പോലെ തന്നെ ജ്യോതിഷം പഠിക്കണം എന്നുള്ള താല്പര്യമാണ് അതിനകത്ത് പ്രധാന കാര്യം. അപ്പോ പിന്നെ ഈ വ്യാഴം ഗുരുവിനെ നിന്ദിക്കുക എന്നൊക്കെ പറഞ്ഞ കൂടെ ഒരാൾ പറഞ്ഞു അറിവ് നിഷേധിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ശരിക്കും അറിവിനെ നിഷേധിക്കുന്നതും കുറ്റമാണ്, പാപമാണ്. മനസ്സിലായില്ലേ? അറിവിന്റെ നമ്മളിപ്പം അറിവെന്ന് പറയുമ്പോൾ ഗുരു എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. വ്യാഴം വിഷ്ണുത്തിന്റെ ഗ്രഹമാണ്, അറിവാണ്. പക്ഷെ നമ്മൾ അത്രയും സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ശരിയല്ലേ, ഒരു അറിവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റമാണത്, ഏറ്റവും വലിയ പാപമാണത് അറിവിനെ നിഷേധിക്കുക. അത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ വ്യാഴം മോശമായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? വ്യാഴത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ കുറയും. നമ്മളുടെ ഇന്ദ്രിയങ്ങളിലെ ഓരോ ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ശബ്ദം എന്ന് പറയുന്ന അതാണ് ആകാശ എലമെന്റിന്റെ ഗുണം, ശബ്ദത്തെ കാണിക്കുന്ന വ്യാഴമാണ്. അപ്പം നമ്മുടെ ശബ്ദത്തിന്റെ മാധുര്യം വ്യാഴത്തിന്റെ ഗുണമനുസരിച്ചാണ്. നമ്മുടെ ശബ്ദത്തിന്റെ മാധുര്യവും അതുപോലെ ശബ്ദം എത്രമാത്രം അർത്ഥസമ്പുഷ്ടമാണെന്നുള്ളത്, നമ്മൾ പറയുന്ന വാക്കുകൾ ജൽപ്പനങ്ങളാണോ അർത്ഥസമ്പുഷ്ടമാണോ കേൾക്കുന്നവർക്ക് എങ്ങനെ ഉണ്ടാകും, അത് ഫീൽ ചെയ്യുക, പ്ലീസിങ് ആയിട്ട് തോന്നും. അങ്ങനെ അത് ചില ഗ്രഹങ്ങളുടെ കോമ്പിനേഷനും കൂടെ വേണം. എന്നിരുന്നാലും അതുപോലെ നമ്മളുടെ ശ്രവണേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമോ, ചെവി വ്യാഴമായിട്ട് ബന്ധപ്പെട്ട് വോക്കൽ കോഡിന് എന്തെങ്കിലും പ്രശ്നം വരാമോ, ശബ്ദം പുറപ്പെടുവിക്കാനുള്ളൂ, അങ്ങനെ ഒക്കെയുള്ള അനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമായിട്ടാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു അറിവ് കേട്ടാൽ തന്നെ നമ്മൾ 10 പേര് കേൾക്കുന്ന 10 രീതിയിലാണ് അതിനെ ഗ്രഹിക്കുന്നത്. അപ്പൊ അതൊക്കെ അവരുടെ ആ വിസ്ഡം എത്രമാത്രം സ്വീകരിക്കാൻ പ്രാപ്തമാണെന്നുള്ളതനുസരിച്ചിട്ടാണ്. ഒരു രത്ന ചുരുക്കം എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതിനുപരി ഒരാളുടെ ഗ്രഹനില നോക്കി ഉത്തമമായ രീതിയിൽ അയാളുടെ ഫ്യൂച്ചറിലേക്ക് ഗൈഡ് ചെയ്യാൻ ആ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് എന്തൊക്കെ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയും അതിനെ ഗൈഡ് ചെയ്യാനും പറ്റും. തീർച്ചയായിട്ടും അതാണ് പറ്റുന്നത്. അല്ലാതെ ഒരു ആളിന്റെ ജീവിതത്തിലെ സർവ്വകാര്യങ്ങളും ഇങ്ങനെ ഒരു ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞാൽ പിന്നെ ആ പറയുന്ന ആൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവരുത്. അത് ഒറ്റ ചോദ്യം ചോദിച്ചാൽ പറയുന്ന ആൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാകാതെ ഒന്ന് കാണിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന മനുഷ്യൻ കർമ്മഫലങ്ങൾ അനുഭവിക്കാനായിട്ട്, അവനവൻ ചെയ്യുന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കാനായിട്ട്, അത് അസ്ട്രോളജർ ആയാലും എന്തായാലും ഇപ്പൊ ഡോക്ടർമാർക്ക് തന്നെയാണ് രോഗം വരാൻ പാടില്ലല്ലോ. അപ്പൊ എന്ന് പറയുന്നത് പോലെ അവരുടെ കർമ്മം എന്താണോ ആ ഒരു പരിധി വരേക്കും അവിടെ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതം പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ ഒരു ഗൈഡ് ലൈനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതായത് ആർക്കും ആരുടെയും ഒന്നും മാറ്റിക്കളയാനൊന്നും പറ്റില്ല. മാറ്റാൻ പറ്റും. നമ്മൾ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് തമോ ഗുണപ്രധാനമായിട്ട്, ഒന്ന് രജോ ഗുണപ്രധാനമായിട്ട്, ഒന്ന് സത്വഗുണപ്രധാനമായിട്ട്. സത്വഗുണം പ്രധാനമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വന്യർക്ക് ഇതൊക്കെ ഉണ്ടാക്കാം.
നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അല്ല, നമ്മൾ ഒട്ടും സദുദ്ദേശത്തോട് ചെയ്യുന്ന കാര്യമായിരിക്കും അത്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകും, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് അത് ദുഃഖം ഉണ്ടാക്കും, അതിനും കർമ്മഫലം ഉണ്ടാകും. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമുക്ക് ദാനം കൊണ്ടും ജപം കൊണ്ടും ഒക്കെ മാറ്റാൻ പറ്റും. പക്ഷേ പർപ്പസ്ലി ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ നമ്മൾ അതിൽ കൂടി കടന്നു പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കുക എന്നുള്ളത് അവിടെയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനെ ലഘൂകരിക്കാൻ പറ്റും. തീർച്ചയായും അതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അതിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും. അനുഭവിക്കണോ വേണ്ടി എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതായത് അനുഭവിക്കണോ വേണ്ടി എന്നുള്ളത് നമ്മുടെ ചോയ്സ്. അതെങ്ങനെ? നമ്മൾക്കിപ്പോ ദുഃഖകരമായൊരു സാഹചര്യം ഉണ്ടാകും, ആ സാഹചര്യത്തിൽ നമ്മൾ സഫർ ചെയ്യണോ വേണ്ടി നമ്മളല്ലേ തീരുമാനിക്കുന്നത്. നമ്മുടെ പൊതുവെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ അനുസരിച്ചിരിക്കും. അതെ അതെ, നമ്മൾക്ക് അതിൽ കൂടെ കടന്നു പോകും. നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അതുകൊണ്ട് ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നു മനസ്സിലാക്കിയിട്ട് നമുക്ക് സമചിത്തതയോടെ അതിൽ കൂടി കടന്നു പോകുമ്പോൾ തുടർ കർമ്മങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരു ഈക്വിലിബ്രിയം സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും. അപ്പൊ അവിടുന്ന് തുടർ കർമ്മങ്ങൾ വരുന്നില്ല. ഇല്ലെങ്കിൽ നമുക്കൊരു വളരെ ദുഃഖകരമായ അവസ്ഥ വരുന്നു. നമ്മൾ 10 പേരെ ഇതിന് 10 പേരെ നമ്മൾ കണ്ടെത്താണ്, അവരിങ്ങനെ ചെയ്തിട്ടാണ്, ഇവരങ്ങനെ ചെയ്തിട്ടാണ്. അപ്പൊ അവരോടുള്ള ദേഷ്യവും വൈരാഗ്യം എല്ലാം നമ്മുടെ മനസ്സിൽ ഉദിക്കുകയും ആ ചിന്തകൾ നമ്മുടെ സൂക്ഷ്മ മനസ്സിൽ കൂടി സ്റ്റോർ സൂക്ഷ്മ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും അതനുസരിച്ചുള്ള ശരീരം വീണ്ടും എടുക്കുകയും ചെയ്യും. അതേസമയം മനുഷ്യന് തുടർ കർമ്മമായിട്ട് മാറും. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ 10 പേരോ 11 പേരോ 15 പേരോ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവനവൻ എന്ത് ചെയ്തു എന്ന് ഒരിക്കലും ആരും ചിന്തിക്കുന്നില്ല. ഇല്ല, ഇത് ഞാൻ ചെയ്തിട്ടല്ലേ ഇത് വരുന്നത്. ഇപ്പൊ പോസ്റ്റ്മാൻ കത്ത് കൊണ്ട് തരുന്നതിന്റെ ഉള്ളടക്കത്തിൽ പോസ്റ്റ്മാൻ വാങ്ങുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സഫറിങ്സ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ കൂടെ കടന്നുപോയേ പറ്റുള്ളൂ, അനിവാര്യതയാണ് അത്. നമ്മൾക്കറിയാമല്ലോ, ലോകത്ത് വന്നിട്ടുള്ള മഹാത്മാക്കളും അവതാരങ്ങൾ പോലും ആ ഘട്ടത്തിൽ കൂടെ കടന്നു. ഇപ്പൊ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്ന് കാട്ടുകളെന്ന് മുദ്ര കുത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ ടോൾസ്റ്റോയിനെ വിഷം കുടിപ്പിച്ച് സോക്രട്ടീസിനെ വിഷം കുടിപ്പിച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ നമ്മള് മഹാപുരുഷന്മാരൊക്കെ ഇങ്ങനെ തന്നെ തേജോബദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പുരുഷന്മാരെയും ഒരു പക്ഷെ ഒരു കാലം ഒരു 200, 300, 400 കൊല്ലം കഴിഞ്ഞാലായിരിക്കും അവർ മഹാന്മാരായിട്ട് അവരോധിക്കപ്പെടുക. ഇപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്നവനെ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ തിരസ്കരിക്കുകയാണ്, അത് കള്ളത്തരാണെന്ന് പറയുന്നത്. പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ്, അദ്ദേഹത്തിന്റെ ശരിയായിരുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുന്നത് മാൻ ഈസ് ദ മാറർ ആൻഡ് മേക്കർ ഓഫ് ഹിസ് ഓൺ ഫോർച്യൂൺ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിരിക്കും നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ. നമ്മളുടെ പ്രവൃത്തിയുടെ ഫലം ഇന്നോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ എന്നുള്ളത് പ്രകൃതിയിൽ നിഗൂഢമാണ്. അതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. കർമ്മം എന്ന് പറയുന്നത് അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് പ്രകൃതിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ അനുഭവിക്കുന്ന എന്താണ്, ഈ ലൈഫിൽ നമ്മൾക്ക് ഇന്നതൊക്കെ അനുഭവിക്കാൻ വന്നിരിക്കുകയാണ്. അത് സമയബന്ധിതമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. ആ കടന്നു വരുന്ന സമയത്ത് നമ്മൾ അവെയർ ആയിരിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടി വളരെ ലൈറ്റായിട്ട് പോകാൻ പറ്റും. ഒരുപക്ഷെ ഞാനൊരു കാര്യം ചോദിച്ച ചേച്ചി അതിന് എന്ത് ഉത്തരം പറയുന്നത് എനിക്കറിയില്ല. അതായത് വയസ്സാകുമ്പോൾ ഒരു വയസ്സാവുക എന്നുള്ള മനസ്സിന് വയസ്സാവുകയല്ല, ശാരീരികമായിട്ട് അവശത അനുഭവിക്കുന്ന ഒരു വ്യക്തി, പണ്ട് കൊടും ക്രൂരതകളോ അല്ലെങ്കിൽ കൊള്ളരതായ്മകളോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ പലപ്പോഴും ഏജ് ആയപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഏജ്ഡ് ഇൻ ദ സെൻസ് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, കിടക്കയിൽ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ, വേറെ ആളുടെ പരസഹായം ഇല്ലാതെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പലരും ഇങ്ങനെ സ്വയമേവ ശപിച്ചുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ദുരിതം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ചെയ്യുമ്പോൾ ആ വ്യക്തി ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ ഇപ്പോൾ മകനോ മകളോ ഇഷ്ടപ്പെട്ട് അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് പോയിരുന്നുണ്ടെങ്കിൽ അവരുടെ പേരക്കുട്ടീനെ കാണാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കുക, പണ്ടത്തെ ആ വാശിയും വൈരാഗ്യവും ഒക്കെ പോയി. അത് ഏജ് ആവുന്നത് കൊണ്ടാണോ, അദ്ദേഹത്തിന്റെ പ്ലാനറ്ററി പൊസിഷൻ ഇങ്ങനെ തന്നെ പണ്ട് എഴുതി വെച്ചതുകൊണ്ടാണോ? അത് ഈ ഏജ് ആവുന്നത് കൊണ്ട് മനുഷ്യർക്ക് മാറ്റം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്.
അപ്പൊ ഇവരുടെ പ്ലാനറ്ററി പൊസിഷൻ അവശത അല്ലെങ്കിൽ ഒരു ബെഡ് റിഡൻ എന്ന് പറയുന്ന ആൾക്കാർക്കാണ് അപ്പോഴും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരോടും വളരെ ദേഷ്യവും ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ചേഞ്ച് വരാൻ ആ ലൈഫിൽ കാരണമുണ്ട്. അടുത്ത ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിടത്തേക്ക് പോകേണ്ടതുണ്ട്. ഇതേ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമുള്ള ഒരു ഗ്രഹനില കഴിഞ്ഞ ഒരു നാളിൽ ഞാൻ കണ്ടു. അത് ഒരു ലേഡി, അവര് ഈ ലൈഫിൽ അവർക്ക് ഭയങ്കര പ്രോബ്ലംസ് ആണ്, എല്ലാ മേഖലകളിലും പ്രശ്നമാണ് ഈ ലൈഫിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ലൈഫിൽ. അപ്പൊ അവരുടെ ഗ്രഹനില നോക്കുമ്പോ അവർക്ക് പക്ഷെ ഇതിനെപ്പറ്റി വളരെ നല്ല ധാരണയാണ്. ഇതെന്റെ കർമ്മഫലമാണ്, ഇതിൽ കൂടെ ഞാൻ പോകണം, ഇതിന് മാറ്റമില്ല, ഇതൊക്കെ ഇങ്ങനെ നല്ല ബോധമാണ്. ഇത് കർമ്മഫലമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവര് പൂർവ്വജന്മത്തിൽ ചെയ്തതിന്റെ പ്രശ്നമാണെന്ന് അവർക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അത് സ്വയമേവ തോന്നുന്നതാണ്. അപ്പൊ അവരുടെ പാസ്റ്റ് ലൈഫ് നോക്കി കഴിഞ്ഞപ്പോ മനസ്സിലായത് വളരെ ക്രൂരമായിട്ട് ജീവിച്ച ഒരാള് അവസാന കാലമായപ്പോഴത്തേക്ക് അവർക്ക് അതിനെപ്പറ്റിയുള്ള അവയർനെസ് വന്ന് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തു. പക്ഷെ ഈ ജന്മത്തിൽ എന്താണ്, ആ റിഗ്രറ്റ് ചെയ്ത് റിഫൈൻഡ് ആയ ബുദ്ധി അവർക്കുണ്ട്. പക്ഷെ ആ കർമ്മം തീർക്കാനുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്, ഞാൻ ഇതിൽ കൂടെ കടന്നു പോവുകയാണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. ആ അവയർനെസ് ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരാളുടെ അവയർനെസ്സോടുകൂടി കടന്നു പോകുന്നത്. പക്ഷെ അവർക്ക് അവർ സഹിക്കുന്ന ടോർച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ അവരൊരു സംശുദ്ധമായ മാനസികാവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് എങ്കിൽ കൂടി പഴയത് അനുഭവിച്ചേ മതിയാവും. അനുഭവിച്ച ഒരു പരിധി വരേക്കും അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ അനുഭവത്തിൽ നിൽക്കുമ്പോഴും അവര് വളരെ സ്വസ്ഥാണ്. ഞാൻ ഇതിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പഴയ ജന്മത്തിൽ ഒരുപാട് പിന്നെ മറ്റുള്ളവർക്ക് വേദനകൾ ഉണ്ടാക്കി അതിന് ശേഷം അതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്ത് വളരെ സ്പിരിച്വലായ ഒരു തലത്തിൽ, ഉയർന്ന ഒരു തലത്തിൽ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും എല്ലാം കഴിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ ആ കർമ്മത്തിന്റെ കുറച്ചൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതുകൊണ്ടാണ് അയ്യോ എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായി, ഞാൻ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ സംഭവിക്കാം. അപൂർവ വ്യക്തിത്വങ്ങളാണ്. അപൂർവ വ്യക്തിത്വമാണ്. ചേച്ചി, എനിക്ക് നമ്മള് എവിടേക്കോ തുടങ്ങി കുറേ സബ്ജക്റ്റ് കവർ ചെയ്ത് സമയത്തിന്റെ ഒരു പരിമിതിയും കൂടി കണക്കിലെടുക്കണമല്ലോ. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് അനന്തമായ ആകാശം പോലെ തന്നെ, അല്ലെങ്കിൽ അളക്കാനാവാത്ത അത്ര കടലിൻ്റെ ജ്ഞാനവും ഒക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സബ്ജക്റ്റാണെന്ന് ഇപ്പോൾ ചെറിയൊരു ചേച്ചിയുടെ സംഭാഷണം കൊണ്ട് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റി. ഈ ഒരു അറിവ് കൊണ്ട് നിരവധി ആൾക്കാർക്ക് പല സംശയങ്ങളും ഉണ്ടാവാം. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം, വിശ്വസിക്കാത്തവരുണ്ടാവാം. എന്നാലും ചേച്ചിയുടെ അനുഭവ കഥകൾ കൂടി ഇതിലൂടെ വരുമ്പോൾ അതൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റായി മാറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവർക്ക് എവിടേക്കൊക്കെയോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോർച്ച് അടിച്ചു കൊടുക്കാൻ, വെളിച്ചം പകരാൻ ഈ സംഭാഷണം സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി എന്ന് പറയുന്നത് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം അല്ലേ? തീർച്ചയായും കാണാം. താങ്ക് യു.